ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ നവകേരള സൃഷ്ടിക്കായി എന്ന പാഠഭാഗം നോക്കാം. ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അനേകം സാമൂഹിക തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും കേരളത്തിൽ നിലനിന്നിരുന്നു. വസ്ത്രം, ജോലി, പാർപ്പിടം, ഭാഷ, പേര് തുടങ്ങി പല കാര്യങ്ങളിലും വിവേചനം പ്രകടമായിരുന്നു. കൂടാതെ സ്ത്രീകൾക്ക് അവസര സമത്വം ഉണ്ടായിരുന്നില്ല. ഇത്തരം സാമൂഹികാവസ്ഥ നിലനിന്നിരുന്നത് കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. എന്താണ്? ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സാമൂഹിക തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും കേരളത്തിൽ നിലനിന്നിരുന്നതിനാലാണ് വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അയിത്തത്തിനെതിരെ കിണറുകൾ. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താംകോട്ടയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തമെന്ന ദുരാചാരത്തെ വൈകുണ്ഠസ്വാമികൾ വെല്ലുവിളിച്ചു. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന സ്വാമികളുടെ നിലപാടും ജനങ്ങളെ സ്വാധീനിച്ചു. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച ഭരണം എന്ന പ്രയോഗത്തിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചത്. നമ്മൾ വൈകുണ്ഠസ്വാമിയെക്കുറിച്ചാണ് ഇതിനകത്ത് പരാമർശിക്കുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വൈകുണ്ഠസ്വാമികളെ കുറിച്ച് നമുക്ക് പറയാം. ഇദ്ദേഹത്തിന്റെ ജനനം ശാസ്താംകോട്ടയിൽ സ്വാമിത്തോപ്പ് എന്ന സ്ഥലത്താണ്. സ്വാമിത്തോപ്പ് എവിടെയാണ്? കന്യാകുമാരി ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ആര്? വൈകുണ്ഠസ്വാമികൾ. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം ചാന്നാർ ലഹള വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനത്തിനു വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ ഏറ്റവും വലിയൊരു കോട്ടാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വിദ്യയും വിത്തവും. സ്വാമികളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ചട്ടമ്പിസ്വാമിയുടെ ഒരു ഫോട്ടോയൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വിദ്യയും വിത്തവും നമുക്ക് എന്താണെന്ന് നോക്കാം. ജാതി മത വർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചട്ടമ്പിസ്വാമികൾ. തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പിസ്വാമികൾ വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികൾ അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന
ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പിസ്വാമികൾ എതിർത്തു. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം യോജിച്ചു പ്രവർത്തിച്ചു. ഉപനിഷത്തുകളും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവ് ഉണ്ടായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജാതിമത ചിന്തകൾക്കതീതമായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനം. കൊല്ലം ജില്ലയിലെ പന്മലയിലാണ് അദ്ദേഹം സമാധിയായത്. ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത്. അങ്ങനെ അയ്യപ്പൻ പിൽക്കാലത്ത് ചട്ടമ്പിസ്വാമികൾ ആയി അറിയപ്പെട്ടു. ചട്ടമ്പിസ്വാമികളെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് SCERT തന്നിട്ടുള്ളൂ. ഇപ്രാവശ്യത്തെ CEO പരീക്ഷയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചട്ടമ്പിസ്വാമികളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മൾക്ക് പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ജനനം എവിടെയാണ്? കണ്ണമ്മൂലയിലാണ്, തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. സമാധി സ്ഥലം കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. പ്രധാന കൃതികൾ പറയുന്നത് ഏതൊക്കെയാണ്? വേദ നിരൂപണവും പ്രാചീന മലയാളവുമാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്ര ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർക്കുന്നു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ്? ചട്ടമ്പിസ്വാമികളാണ്. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. അയ്യപ്പൻ എന്ന് പറയുന്നത് ആരുടെ യഥാർത്ഥ നാമമാണ്? ചട്ടമ്പിസ്വാമികളുടെ. ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത്. അങ്ങനെയാണ് അയ്യപ്പൻ പിൽക്കാലത്ത് എന്തായി മാറിയത്? ചട്ടമ്പിസ്വാമികൾ എന്ന് അറിയപ്പെട്ടത്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. അടുത്തത് ആ ഒരു ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കുറച്ച് കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരുന്ന ഒരു കോട്ട് തന്നെയാണ്. ഇതിന്റെ കൂടെ വേറെ കുറച്ച് കോട്ട്സും കൂടെ ഞാൻ ആഡ് ചെയ്യാം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. അപ്പൊ പന്തി ഭോജനം അല്ലേ? ഓക്കെ, വേറെ രണ്ട് കോട്ടും കൂടെ ഞാൻ തരാം. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഇത്രയും കോട്ട്സ് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ മുഖ്യ കാഴ്ചപ്പാടുകളാണ് മേൽ സൂചിപ്പിച്ചവ. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. സർവമത സാഹോദര്യത്തിന് വേണ്ടി അദ്ദേഹം ഏറെ പ്രയത്നിച്ചു. ആലുവയിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ഗുരു ഇങ്ങനെ കുറിച്ചുവെച്ചു: വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന ഗുരുവിന്റെ പ്രഖ്യാപനം കേരളീയ സമൂഹത്തിൽ നവചലനങ്ങൾ സൃഷ്ടിച്ചു. ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം. അധസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം ആശയപ്രചരണങ്ങളിലൂടെ മാത്രം നേടാവുന്ന ഒന്നല്ല എന്ന് ഗുരുവിനറിയാമായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിച്ചു. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അക്കാലത്ത് നിലനിന്നിരുന്ന പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ
അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ചു. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി 1903 സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിന്റെ സംഭാവനകൾ രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്രമായി. വിദ്യാലയം, പ്രധാന ദേവാലയം. ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു: ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഞാൻ ആദ്യമേ 2 കോട്ട് കൂട്ടിച്ചേർത്തായിരുന്നു. അവത്തിൽ ഉള്ള ഒരു കോട്ടാണ് ഇതിൽ വന്നേക്കുന്നത്. ഓക്കെ, ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. അപ്പം ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ ജനനം ചെമ്പഴന്തിയിലാണ്, തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവയാണ് പ്രധാന കൃതികൾ വരുന്നത്. ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം ജാതിവ്യവസ്ഥയെ ഇല്ലാതാക്കുകയും ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നിവയായിരുന്നു. സർവമത സമ്മേളനം ആലുവയിൽ വിളിച്ചു ചേർത്തത് ശ്രീനാരായണ ഗുരുവാണ്. സർവമത സമ്മേളനത്തിന്റെ കവാടത്തില് ഗുരു കുറിച്ച വരികള് അത് നമ്മളിവിടെ കണ്ടതാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം എന്നുള്ളത്. പിന്നെ പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി 1903 സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് ഏതാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്നത്. SNDP 1903 SNDP സ്ഥാപിതമാകുന്നത്. ഗുരുവിന്റെ പ്രധാന ക്ഷേത്ര പ്രതിഷ്ഠകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. ഗുരുവിന്റെ അവസാനത്തെ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം കളവൻകോടത്താണ്, ആലപ്പുഴ ജില്ലയിലാണത്. കളവൻകോടത്ത് ഗുരു പ്രതിഷ്ഠിച്ചത് എന്താണ്? ഓം എന്നെഴുതിയ കണ്ണാടിയാണ് ഗുരു പ്രതിഷ്ഠിച്ചത്. ഓക്കെ.